ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷ്രെനാസ് വേൾഡ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോയൽ ഫലൂദ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് 1 കപ്പ് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തോളൂ. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം മീഡിയം ടു ഹൈയിൽ വെച്ചോളൂ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാനിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ സേമിയ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ സേമിയയ്ക്ക് ചെറിയൊരു മധുരം കൂടി കിട്ടും. ഇനി ഞാനിതിലേക്ക് 2 ഡ്രോപ്പ് ബദാം മിക്സ് കൂടി ചേർക്കുന്നുണ്ട്. സേമിയയ്ക്ക് ചെറിയൊരു ഫ്ലേവറും ഒരു കളറും കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെയ്തില്ല എന്ന് വെച്ചിട്ടും ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇതിന് നന്നായിട്ട് വെന്തതിന് ശേഷം വെള്ളം ഊറ്റിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ബേസിൽ സീഡ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്നങ്ങ് കുതിരുവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. 10 മിനിറ്റ് തന്നെ മതിയാകും ഇത് കുതിർന്ന് വരുവാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബേസിൽ സീഡ്സ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നീട് എടുത്തിട്ടുള്ളത് ബദാമും കാഷ്യൂവും ആണ്. ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കൂടി വേണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗ്രേപ്സ്, ആപ്പിൾ, അതേപോലെ മാങ്ങ, ചെറി, ഒരു ചെറിയ പഴം, ഇത്രയും കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മൾ തിളപ്പിച്ചാറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന പാലിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റോസ് സിറപ്പ് ഞാൻ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് കളർ കുറവായിട്ട് തോന്നുന്നത്. കടയിൽ നിന്നും വാങ്ങുന്ന റോസ് സിറപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കളർ കിട്ടും. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കടയിൽ നിന്നും വാങ്ങുന്ന റോസ് സിറപ്പ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ കൂടി ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫലൂദയിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല തണുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഫലൂദ അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സെർവിങ് ഗ്ലാസ് എടുക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് റോസ് സിറപ്പാണ്. റോസ് സിറപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. 1 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് നമ്മൾ നേരത്തെ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ കുറച്ചൊരു മധുരം കൂടി കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തോളൂ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ബേസിൽ സീഡ്സ് ആണ്. ബേസിൽ സീഡ്സിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സേമിയയാണ്. സേമിയ ഞാൻ എടുത്തിട്ടുള്ളത് മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഒരുപാടൊന്നും നമ്മൾ വേവിച്ചെടുത്തിട്ടില്ലായിരുന്നു. ഇത്ര തന്നെ വേവിച്ചെടുത്തിട്ടുള്ളൂ. അത് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ചേർക്കുന്നത് ജെല്ലിയാണ്. അപ്പോൾ മാംഗോ ഫ്ലേവറിലുള്ള ജെല്ലി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്കൂപ്പ് വാനില ഫ്ലേവർ ഐസ്ക്രീമാണ് ചേർക്കുന്നത്. ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമൊന്നുമില്ല. പിസ്താക്കിയ ആണെങ്കിൽ നല്ലൊരു ഗ്രീൻ കളർ കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ബേസിൽ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ചേർത്തോളൂ. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് കൂടി ചേർത്തിട്ട് ഇതിപ്പോൾ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് റോസ് സിറപ്പ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി റിച്ച് ആവണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടി ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ഫലൂദയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. താങ്ക്